പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ഇന്നത്തെ ക്ലാസ്സിൽ 2022 നടന്ന 10ാം തരം പ്രാഥമിക പരീക്ഷയുടെ ചോദ്യപേപ്പറും അനുബന്ധ വസ്തുതകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2022 10th പ്രിലിംസ് നടന്നത് 6 സ്റ്റേജുകളായിട്ടായിരുന്നു. 6 സ്റ്റേജുകളിലെയും ക്വസ്റ്റ്യൻ പേപ്പറും അനുബന്ധ വസ്തുതകളും നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം, ഒളിമ്പിക്സിൽ അത്ലറ്റിക്സ് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം നീരജ് ചോപ്രയാണ് ഉത്തരം. അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്നത് ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യക്കാരനാണ് ആര്? അഭിനവ് ബിന്ദ്ര. എന്നാൽ അത്ലറ്റിക്സിലെ കാര്യം പറയുമ്പോൾ ആണ് ആര്? നീരജ് ചോപ്ര. അഭിനവ് ബിന്ദ്ര നമുക്കറിയാം, അദ്ദേഹം ഷൂട്ടിങ്ങിലായിരുന്നു, 10 മീറ്റർ എയർ റൈഫിളിലായിരുന്നു നമുക്ക് സ്വർണ്ണ മെഡൽ നേടി തന്നത്. ഈ നീരജ് ചോപ്രയെ കുറിച്ച് പറയുമ്പോൾ ഡയമണ്ട് ലീഗിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരവും ആര് തന്നെയാണ്? നീരജ് ചോപ്രയാണ്. ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരവും ആരാണ്? നീരജ് ചോപ്രയാണ്. ഡയമണ്ട് ലീഗിൽ നീരജ് ചോപ്ര വെള്ളി മെഡലാണ് നേടിയത്. പിന്നെ ഒരു കാര്യം പറയുന്നത്, നീരജ് ചോപ്ര ടോക്കിയോ ഒളിമ്പിക്സിലാണ് സ്വർണ്ണ മെഡൽ നേടുന്നത്. ആ സ്വർണ്ണ മെഡൽ നേട്ടത്തിലേക്ക് നയിച്ച ആ ഒരു ജാവലിൻ അദ്ദേഹം സമ്മാനമായിട്ട് നൽകിയ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയം എന്ന് പറയുന്നത് നമ്മുടെ ഒളിമ്പിക് മ്യൂസിയത്തിലോട്ട് തന്നെയാണ് സമ്മാനമായിട്ട് നൽകിയത്. ആ ഒളിമ്പിക് മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സ്വിറ്റ്സർലൻഡിലെ ലൊസൈനിലാണ്. എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ലൊസൈനിലാണ് ഒളിമ്പിക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒളിമ്പിക്സിലും ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലും മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ കായിക താരവും ആര് തന്നെയാണ്? നീരജ് ചോപ്രയാണ്. ക്ലിയർ. രണ്ടാമത്തെ ചോദ്യം, ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തെ ലോക്സഭയിൽ പിന്തുണച്ചവരുടെ എണ്ണം 367. എന്താണ്? ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തെ ലോക്സഭയിൽ പിന്തുണച്ചവരുടെ എണ്ണം 367 ആണ്. എന്നാൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമത്തെ രാജ്യസഭയിൽ പിന്തുണച്ചവരുടെ എണ്ണം 125 ആണ്. എത്രയാണ്? 125. 367 പേര് ലോക്സഭയിലും 125 പേര് രാജ്യസഭയിലുമാണ് പുനഃസംഘടനാ നിയമത്തിനെ പിന്തുണച്ചവര്. അടുത്ത ചോദ്യം, 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി പി വത്സലയാണ്. പി വത്സല. അപ്പൊ നമുക്ക് 2022 2023 2024 എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ ആരൊക്കെയാണ് നേടിയതെന്ന് നമുക്ക് നോക്കാം. 2022 30ാമത് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് എന്നറിയപ്പെടുന്നത് സേതുവാണ്. സേതുമാധവൻ എന്നറിയപ്പെടുന്ന സേതുവിനായിരുന്നു 2022 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2023 31ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എസ് കെ വസന്തനും 2024 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനുമായിരുന്നു. ആർക്കാണ്? NS മാധവനും ആയിരുന്നു. അടുത്ത ചോദ്യം, കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയായിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. ഉത്തരം എത്രയാണ്? 15. ഉത്തരം 15ാം നിയമസഭയായിരുന്നു. 15ാം കേരള നിയമസഭയിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് നടന്ന തീയതി 2021 ഏപ്രിൽ 6. 2021 ഏപ്രിൽ 6 തിരഞ്ഞെടുപ്പ് നടന്നത്. ഓക്കെ അല്ലേ? അഞ്ചാമത്തെ ചോദ്യം, 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഉത്തരം EOS 04. ഉത്തരം EOS 04 ആണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായിട്ട് വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം. EOS 04ന്റെ വിക്ഷേപണത്തിനായി ഉപയോഗിച്ച റോക്കറ്റ് റോക്കറ്റ് PSLV C-52 ആണ് അതിനുവേണ്ടി ഉപയോഗിച്ച റോക്കറ്റ്. ഓക്കെ അല്ലേ? EOS 04നോടൊപ്പം വിക്ഷേപിക്കപ്പെട്ട മറ്റു 2 ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഇൻസ്പയർ സാറ്റ് 1ഉം 2 INS-2 TDയുമായിരുന്നു. ഒന്ന് ഇൻസ്പയർ സാറ്റ് 1ഉം 2 INS-2 TDയും ആയിരുന്നു.
ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? കെ കസ്തൂരിരംഗൻ ആയിരുന്നു അതിന്റെ ചെയർമാൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശപ്രകാരം ബിരുദ പഠനത്തിന്റെ കാലയളവ് എന്ന് അറിയപ്പെടുന്നത് 4 വർഷമാണ്. ഇപ്പൊ നമ്മളെ കേരളത്തിലൊക്കെ ബിരുദം 4 വർഷമൊക്കെ ആക്കിയല്ലോ. അതിന് കാരണമായ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആരാണ്? കെ കസ്തൂരിരംഗനാണ്. അപ്പൊ കസ്തൂരിരംഗന്റെ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശപ്രകാരം ബിരുദ പഠനത്തിന്റെ കാലയളവ് എത്രയാണ്? 4 വർഷമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ തീയതി 2020 ജൂലൈ 29. 2020 ജൂലൈ 29 അംഗീകാരം നൽകിയത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം താലോലം പദ്ധതിയാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? താലോലം പദ്ധതിയാണ്. അതിന്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് ഒന്ന് പഠിക്കാം. ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നിർധനരായ അമ്മമാർക്ക് സൗജന്യമായി ഓട്ടോ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി സ്നേഹയാനം പദ്ധതിയാണ്. ഏതാണ്? സ്നേഹയാനം പദ്ധതിയാണ്. പരിചരണവും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾക്കും ലൈംഗിക ചൂഷണത്തിന് ഇരയായവർക്കും സമഗ്ര പിന്തുണ നൽകാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കാവൽ പ്ലസ്. ഏതാണ്? കാവൽ പ്ലസ്. ഓക്കെ അല്ലേ? 2021 അടുത്ത ചോദ്യമാണ്. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത്. ഇതിനകത്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും അല്ലായിരുന്നു. ഉത്തരം KP കുമാരനായിരുന്നു. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് KP കുമാരൻ. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയത് P ജയചന്ദ്രൻ ആയിരുന്നു. JC ഡാനിയൽ പുരസ്കാരത്തിന്റെ നിലവിലത്തെ സമ്മാനത്തുക എന്നറിയപ്പെടുന്നത് 5 ലക്ഷം രൂപയാണ്. എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. JC ഡാനിയൽ പുരസ്കാരം 2022 ലഭിച്ചത് TV ചന്ദ്രൻ ആയിരുന്നു. 2022 ലഭിച്ചത് TV ചന്ദ്രനും 2023 ലഭിച്ചത് ഷാജി N കരുണനുമായിരുന്നു. 2022 TV ചന്ദ്രൻ, 2023 ഷാജി N കരുണനായിരുന്നു ലഭിച്ചത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? തിരുവനന്തപുരം തോന്നയ്ക്കൽ ലൈഫ് സയൻസസ് പാർക്കിൽ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തനം ആരംഭിച്ച തീയതി 2020 ഒക്ടോബർ 15. എന്നാണ് ആരംഭിച്ചത്? 2020 ആരംഭിച്ചത്. 2020 ഒക്ടോബർ 15 ആരംഭിച്ചത്. ഇത് എവിടെയാണ്? തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലാണ് ഇത് ആരംഭിക്കുന്നത്. ഏതാണ്? അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ്? തിരുവനന്തപുരം. കൊറോണ വൈറസ് സാന്നിധ്യം പരിശോധിക്കുന്നതിനായി കേരള സർക്കാർ സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ജില്ല? ഉത്തരം ആലപ്പുഴയാണ്. ഒന്നുകൂടെ പറയാം. കൊറോണ വൈറസ് സാന്നിധ്യം പരിശോധിക്കുന്നതിനായി കേരള സർക്കാർ സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല അത് ആലപ്പുഴയാണ്. ഏതാണ്? ആലപ്പുഴ. ഓക്കെ അല്ലേ? 10ാമത്തെ ചോദ്യം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം നൂൽപ്പുഴയാണ്. നൂൽപ്പുഴ. ദേശീയ തലത്തിൽ ആശുപത്രികളുടെ ഗുണനിലവാരത്തിന് നൽകുന്ന നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് 2ാം തവണയും നേടിയ കേരളത്തിലെ കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം. അത് വയനാട്ടിലാണ്. നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം വയനാട്. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമം ജമ്മു കാശ്മീരിലെ വെയാൻ എന്നറിയപ്പെടുന്ന ഗ്രാമമാണ്. കോവിഡ് വാക്സിനേഷൻ 100% പൂർത്തിയാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ലക്ഷദ്വീപാണ്. കോവിഡ് വാക്സിനേഷൻ 100% പൂർത്തിയാക്കിയ ആദ്യ കേന്ദ്ര ഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഓക്കെ അല്ലേ?
ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. 11ാമത്തെ ചോദ്യം, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് അറിയപ്പെടുന്നത്. ഉത്തര മഹാസമതലത്തിന്റെ ഭാഗമായ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, അസം, രാജസ്ഥാൻ. ഏതൊക്കെയാ? പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ, ബംഗാൾ, അസം, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് ഉത്തര മഹാസമതലത്തിന്റെ ഭാഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഓക്കെ അല്ലേ? പിന്നെ ഇന്ത്യയിൽ മറ്റ് ഭൂപ്രകൃതി വിഭാഗങ്ങളെ അപേക്ഷിച്ചിട്ട് റെയിൽ, റോഡ്, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഉത്തര മഹാസമതലത്തിലാണ്. 12ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണെന്ന് ചോദിച്ചാൽ താഴെ തന്നിരിക്കുന്ന ഏതൊക്കെയാ? നർമ്മദ, മഹാനദി, ലൂണി, കാവേരി. അതിൽ ഏതാണ് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ലൂണി നദിയാണ്. ഏതാണ്? ലൂണി നദിയാണ്. ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിലാണ് ലൂണി നദിയുടെ ഉത്ഭവസ്ഥാനം. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് സാഗർമതി എന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്? സാഗർമതി. ലൂണി നദിയുടെ നീളം 511 കിലോമീറ്ററും രാജസ്ഥാനിലെ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. അപ്പൊ രാജസ്ഥാനിലെ താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി. ലൂണി നദിയുടെ നീളം എന്ന് പറയുന്നത് 511 കിലോമീറ്റർ ആണ്. ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്ന പേര് സാഗർമതി എന്നാണ് അറിയപ്പെടുന്നത്. ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ആരവല്ലി നിരകളിലെ പുഷ്കർ താഴ്വരയിലാണ്. ഓക്കെ അല്ലേ? ലൂണി നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 ജോവായ് ഉണ്ട്, 2 സുക്രി ഉണ്ട്, 3 ജോജരി ഉണ്ട്. ജോവായ്, സുക്രി, ജോജരി എന്നിവ ലൂണി നദിയുടെ പോഷക നദികളാണ്. ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദിയാണ് ആര്? ഏത്? ലൂണി നദി. ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദിയാണ് ലൂണി നദി. ലവണവാരി അല്ലെങ്കിൽ സാൾട്ട് റിവർ എന്നറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? ലൂണി നദിയാണ്. അങ്ങനെ കുറെ അധികം പ്രത്യേകതകളുള്ള ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദിയാണ് ഏത് എന്നറിയപ്പെടുന്നത്? ലൂണി എന്ന് അറിയപ്പെടുന്ന നദി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരം പരുത്തി കൃഷിയാണ്. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി കൃഷിയാണ്. ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാ? നീർവാഴ്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ലാറ്ററൈറ്റ് മണ്ണാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണ്? പർവ്വത മണ്ണാണ്. ഓക്കെ അല്ലേ? 14ാമത്തെ ചോദ്യം ഏതാണ്? 14ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം മേഘാലയയിലാണ് മൗസിൻഡം അല്ലെ? മൗസിൻഡം എവിടെയാണ്? മേഘാലയയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമായ കാറ്റ് ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലത്തിന് കാരണമായ കാറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റാണ്. മൗസിൻഡം, ചിറാപുഞ്ചി എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് ഖാസി മലനിരകൾ. മൗസിൻഡം, ചിറാപുഞ്ചി എന്നീ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഖാസി മലനിരകളാണ്. മേഘാലയയെ കുറിച്ചൊരു പ്രത്യേക കാര്യമുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി ജലനയം രൂപീകരിച്ച സംസ്ഥാനവും മേഘാലയയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജലനയം രൂപീകരിച്ച സംസ്ഥാനം മേഘാലയ. ഇതാണ് മേഘാലയ. അടുത്ത ചോദ്യം, 15ാമത്തെ ചോദ്യമാണ് ലോക ഓസോൺ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഉത്തരം സെപ്റ്റംബർ 16. ഓസോൺ ദിനം അല്ലെ? ഐക്യരാഷ്ട്ര സംഘടന ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങിയ വർഷം 1994. സെപ്റ്റംബർ 16 എന്നറിയപ്പെടുന്ന ഓസോൺ ദിനം ഐക്യരാഷ്ട്ര സംഘടന ആചരിച്ചു തുടങ്ങിയത് 1994. 2022 ഓസോൺ
ദിനത്തിന്റെ പ്രമേയം മോൺട്രിയൽ പ്രോട്ടോകോൾ അറ്റ് 35. മോൺട്രിയൽ പ്രോട്ടോകോൾ അറ്റ് 35 ഗ്ലോബൽ കോപ്പറേഷൻ പ്രൊട്ടക്ടിംഗ് ലൈഫ് ഓൺ എർത്ത് എന്നുള്ളതായിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? മണികരൺ ആണ്. ഉത്തരം മണികരൺ. എന്താണ്? ഇന്ത്യയിൽ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൺ. ഭൂമിക്കടിയിലുള്ള താപം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജമാണ് ഏത്? ഭൗമ താപോർജം എന്നറിയപ്പെടുന്നത്. ഭൂമിക്കടിയിലുള്ള താപം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെടുന്ന ഊർജ്ജം ഭൗമ താപോർജം. മണികരൺ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ്. മണികരൺ ഭൗമ താപോർജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ് ആണ് ഉത്തരം. മണികരൺ ഹിമാചൽ പ്രദേശ്. അടുത്ത ചോദ്യം 17ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഏതാണ്? അരുണാചൽ പ്രദേശ്. ഏതാണ്? അരുണാചൽ പ്രദേശ്. 1 കിലോമീറ്റർ പ്രദേശത്ത് അധിവസിക്കുന്ന ജനങ്ങളുടെ ശരാശരി എണ്ണം അറിയപ്പെടുന്നത് ജനസാന്ദ്രത എന്നാണ്. 2022 ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ ജനസാന്ദ്രത എത്രയാണ്? 429 ചതുരശ്ര കിലോമീറ്റർ ആണ്. 2022 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് അറിയപ്പെടുന്നത് 890 ചതുരശ്ര കിലോമീറ്റർ ആണ്. 890 ചതുരശ്ര കിലോമീറ്റർ ആണ് 2022 കണക്ക് പ്രകാരമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്തത് 18ാമത്തെ ചോദ്യം, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരവേദ? സോജില ചുരം. ശ്രീനഗർ കാർഗിൽ സോജില ചുരമാണ്. സോജില ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH1A. സോജില ചുരത്തിലൂടെ കടന്നു പോകുന്ന ഏതാണ്? നമ്മുടെ ദേശീയപാത NH1A ആണ്. NH1A. അടുത്ത ചോദ്യം 19ാമത്തെ ചോദ്യം, ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? ഖാരിഫ് ആണ്. ഏതാണ്? ഖാരിഫ്. മൺസൂൺ കാലത്തെ കൃഷിക്ക് അനുയോജ്യമായ വിളകൾ ഖാരിഫ്. ഖാരിഫ് വിളകളാണ്. ഓക്കെ അല്ലേ? 20ാമത്തെ ചോദ്യമാണ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടുകിടക്കുന്ന ജലപാത ഏതാണ്? NW2. ഏതാണ്? ദേശീയ ജലപാത 2. നാഷണൽ വാട്ടർവേസ് 2. ദേശീയ ജലപാത 2ന്റെ ദൈർഘ്യം 891 കിലോമീറ്റർ ആണ്. NW2ന്റെ ദൈർഘ്യം. ദേശീയ ജലപാത 2 നിലവിൽ വന്ന വർഷം 1988 ആണ്. 1988 ദേശീയ ജലപാത 2 നിലവിൽ വന്ന വർഷം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം 1946 ഡിസംബർ 9. 1946 ഡിസംബർ 9. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ആരാണ്? HVR അയ്യങ്കാർ ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സെക്രട്ടറി ആയിരുന്ന വ്യക്തി HVR അയ്യങ്കാർ ആയിരുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് എന്നുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാ? പ്രസ്താവന 1, 2, 3. അപ്പൊ നമുക്ക് 1, 2, 3 എന്നുള്ളത് ശരിയാക്കാം. 1, 2, 3. അപ്പൊ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് ശരിയാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായിട്ട് മാറി. അത് ശരിയാണ്. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം ആണ് എന്ന് പറയുന്നു. അതും ശരിയാണ്. അപ്പൊ ഏതാണ് തെറ്റ്? വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെ കുറിച്ചുള്ള 4ാമത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്.
അല്ലെ? അത് എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമം 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്നു എന്ന് പറഞ്ഞു. അതിനകത്ത് പാർലമെന്റ് പാസാക്കിയതാണ് 2009 ഓഗസ്റ്റ് 4. ഏതാണ്? 2009 ഓഗസ്റ്റ് 4 പാർലമെന്റ് പാസാക്കുന്നത്. ഓക്കെ, വിദ്യാഭ്യാസ അവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതാണ് 2009 ഓഗസ്റ്റ് 4 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത ചോദ്യം 23ാമത്തെ ചോദ്യമാണ്. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓപ്ഷൻസ് ഒന്നും വേണ്ടി വരില്ല. ഉത്തരം നമുക്കറിയാം, മലാല യൂസഫ്സായി. ഏറ്റവും പ്രായം കുറഞ്ഞ നോബൽ സമ്മാന ജേതാവ് ആരാണെന്ന് ചോദിച്ചാൽ മലാല യൂസഫ്സായി ആണ്. 2015 എന്താണ്? ലോകത്തെ എല്ലാ പെൺകുട്ടികളെയും വിദ്യാഭ്യാസത്തിൽ എത്തിക്കുന്നതിനായി നടത്തിയ ഐക്യരാഷ്ട്ര പ്രചാരണ പരിപാടിയുടെ മുദ്രാവാക്യം എന്തായിരുന്നു? ഞാനും മലാല എന്നുള്ളതായിരുന്നു. ഞാനും മലാല. മലാലയും ബ്രിട്ടീഷ് പത്രപ്രവർത്തക ക്രിസ്റ്റീന ലാംബും ചേർന്നെഴുതിയ മലാലയുടെ ജീവചരിത്ര കൃതിയാണ് ഞാൻ മലാല. പാകിസ്ഥാനി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സഹായം ലഭ്യമാക്കുന്നതിനായി മലാല സ്കോളർഷിപ്പ് ആക്ട് പാസാക്കിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം അമേരിക്കയാണ്. ഉത്തരം അമേരിക്കയാണ്. 24ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? നമുക്കറിയാം, ആന്ധ്രാപ്രദേശ്. എന്താണ് ഉത്തരം? ആന്ധ്രാപ്രദേശ്. 1916 ഇന്ത്യൻ ദേശീയ പതാക എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച 30 രൂപകൽപ്പനകൾ ഉൾക്കൊള്ളുന്ന പുസ്തകം പ്രസിദ്ധീകരിച്ച വ്യക്തി ആരാണ്? പിംഗലി വെങ്കയ്യയാണ്. 1921 വിജയവാഡയിൽ വെച്ച് നടന്ന കോൺഗ്രസ് മീറ്റിംഗിൽ പിംഗലി വെങ്കയ്യ രൂപകൽപ്പന ചെയ്ത ദേശീയ പതാകയുടെ മാതൃക ഗാന്ധിജി അംഗീകരിച്ചു. പിംഗലി വെങ്കയ്യയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009. പിംഗലി വെങ്കയ്യയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്. 25ാമത്തെ ചോദ്യമാണ്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഉത്തരം 42ാമത്തെ ഭേദഗതിയാണ്. 42ാമത്തെ ഭേദഗതി പ്രകാരമാണ് ഏതാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 4 കൂട്ടിച്ചേർത്ത ഭേദഗതി 42ാമത്തെ ഭേദഗതിയാണ്. ഓക്കെ അല്ലേ? 26ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരങ്ങൾ നൽകിയിരിക്കുന്നത് കണിക്കൊന്ന, ഇലഞ്ഞി, തെങ്ങ്, അരയാൽ എന്നിവയായിരുന്നു. അപ്പൊ നമുക്കറിയാം ഉത്തരം ഏതാ? പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. പേരാൽ അല്ലെ? അപ്പൊ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം പേരാലാണ്. ഫൈക്കസ് ബംഗാളൻസിസ് എന്നുള്ളതാണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം. ഫൈക്കസ് ബംഗാളൻസിസ്. ഫൈക്കസ്, ഫിഗ് ട്രീ എന്നിവ ഇതിന്റെ മറ്റു പേരുകളാണ്. അതായത് നമ്മുടെ പേരാലിന്റെ മറ്റു പേരുകൾ ഏതൊക്കെയാ? ഫൈക്കസ്, ഫിഗ് ട്രീ. എന്നാൽ മധ്യപ്രദേശിന്റെ സംസ്ഥാന വൃക്ഷം എന്നറിയപ്പെടുന്നതാണ് ഏതാണ്? ആൽമരം. ആൽമരം. മധ്യപ്രദേശിന്റെ സംസ്ഥാന വൃക്ഷമാണ് ആൽമരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ആനന്ദമഠം. ഉത്തരം ആനന്ദമഠമാണ്. ആനന്ദമഠം എന്ന നോവൽ ദി അബേ ഓഫ് ബ്ലിസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത അല്ലെങ്കിൽ മൊഴിമാറ്റം നടത്തിയ വ്യക്തിയാണ് നരേഷ് ചന്ദ്ര സെൻഗുപ്ത. ആനന്ദമഠത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് അല്ലെങ്കിൽ മൊഴിമാറ്റമാണ് ഏതാണ്? ദി ആബേ ഓഫ് ബ്ലിസ് എന്നറിയപ്പെടുന്നത്. എഴുതിയത് അല്ലെങ്കിൽ മൊഴിമാറ്റം നടത്തിയത് നരേഷ് ചന്ദ്ര സെൻഗുപ്തയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 28ാമത്തെ ചോദ്യം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനയുടെ വ്യവസ്ഥ ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അയിത്ത നിർമാർജനമാണ്. ഏതാണ്? അയിത്ത നിർമാർജനം. അയിത്താചരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്ന നിയമമാണ് സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955. സിവിൽ അവകാശ സംരക്ഷണ നിയമം 1955. ഓക്കെ അല്ലേ?
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്കറിയാം, ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര്? ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആണ്. 37ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. അദ്ദേഹം കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള കടുത്തുരുത്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പൊ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ത്യയിലെ എല്ലാ സ്കൂളുകളിലും ഉച്ചക്കഞ്ഞി വിതരണം നിർബന്ധമാക്കിയതും ബന്ദ് അല്ലെങ്കിൽ ഹർത്താൽ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിച്ചതും ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ ആയിരുന്നു എന്നുള്ള കാര്യം കൂടെ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. 30ാമത്തെ ചോദ്യം, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005 ആണ്. 2005 ഒക്ടോബർ 12-നാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പൊ 2005 ആണ് അല്ലെ? കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഓക്കെ അല്ലെ? 31ാമത്തെ ചോദ്യമാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം മക്കളെ, ഏതാണ്? ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ ഏറ്റവും ബൃഹത്തായ കൃതിയാണ് പ്രാചീന മലയാളം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിക്കുന്നതിനായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. എന്താണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിരോധിക്കുന്നതിനായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. 32ാമത്തെ ചോദ്യം നോക്കാം. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അതിന് ഉത്തരം അറിയാം. എന്താണ്? അയ്യങ്കാളിയാണ് കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ്. 1936 ക്ഷേത്ര പ്രവേശന വിളംബരത്തിന് ശേഷം ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. ഹരിജനങ്ങളും മനുഷ്യരായി എന്ന് പറഞ്ഞ നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. 1907 അയ്യങ്കാളി സ്ഥാപിച്ച സാധുജന പരിപാലന യോഗത്തിന്റെ പ്രഥമ ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാലയ പ്രവേശനം നേടുക എന്നുള്ളതായിരുന്നു. അപ്പം സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സാധുജല പരിപാലന യോഗം സ്ഥാപിച്ച വർഷം 1907 ആണ്. സാധുജല പരിപാലന യോഗത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വിദ്യാലയ പ്രവേശനം നേടുക എന്നുള്ളതായിരുന്നു. ഓക്കെ അല്ലെ? 33ാമത്തെ ചോദ്യം, 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം ഏതാണ്? ഉത്തരം തൃശൂർ ജില്ല. ഇലക്ട്രിസിറ്റി സമരം 1936 എവിടെയായിരുന്നു? തൃശൂരായിരുന്നു. ഇലക്ട്രിസിറ്റി സമരത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയായിരുന്നു നോക്കാം. ഡോക്ടർ AR മേനോന്, ഇക്കണ്ടവാര്യർ ഉണ്ടായിരുന്നു, പിന്നെ CR ഈയുണ്ണി ഉണ്ടായിരുന്നു, C കുട്ടൻ നായർ. ഇത്രയും പേരായിരുന്നു ഇലക്ട്രിസിറ്റി സമരത്തിന്റെ നേതാക്കന്മാര് പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ അല്ലെ? 34ാമത്തെ ചോദ്യം, സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ഉത്തരം അരുവിപ്പുറം. ഉത്തരം അരുവിപ്പുറം. സാമൂഹിക രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? അരുവിപ്പുറമാണ്. ശ്രീനാരായണ ഗുരുവിന് അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള ശിവലിംഗം ലഭിച്ച നെയ്യാറിലെ ആഴമേറിയ ഭാഗം അറിയപ്പെടുന്നത് ശങ്കരൻ കുഴി എന്നാണ്. ഏതാണ്? ശങ്കരൻ കുഴി. ഓക്കെ. 35ാമത്തെ ചോദ്യമാണ്, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാർ. ഏതാണ്? മലബാർ ആണ്. ബോംബെ പ്രസിഡൻസിക്ക് കീഴിലായിരുന്ന മലബാർ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായ വർഷം 1800. ഏതാണ്? ബോംബെ പ്രസിഡൻസിക്ക് കീഴിലായിരുന്ന മലബാർ മദ്രാസ് പ്രസിഡൻസിക്ക് കീഴിലായ വർഷം 1800. ഓക്കെ അല്ലെ? കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം മലബാർ ജില്ലയെ കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് എന്നീ ജില്ലകളായി വിഭജിച്ച വർഷം 1957 ആണ് എന്നുള്ള കാര്യം കൂടെ അതിന്റെ കൂടെ ഓർത്തിരിക്കുക. 36ാമത്തെ ചോദ്യമാണ്, മലബാറിൽ 1930 നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഉത്തരം പയ്യന്നൂര്.
ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ഭാഗമായി പൊന്നാനിയിൽ നിന്ന് പയ്യന്നൂരിലേക്കുള്ള സത്യാഗ്രഹികളുടെ സംഘത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മൊയ്തു മൗലവി. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1930 ഏപ്രിൽ 13. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ച തീയതി 1930 ഏപ്രിൽ 13 ക്ലിയർ. 37ാമത്തെ ചോദ്യമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണജാഥ നയിച്ച നേതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാഥ തിരുവനന്തപുരത്തേക്ക് നയിച്ചത് ആരാണ്? ഉത്തരം മന്നത്ത് പത്മനാഭനാണ്. ഓരോ ദിവസവും അവർണ സവർണ വിഭാഗത്തിൽപ്പെട്ട 3 പേർ അവർണർക്ക് പ്രവേശനമില്ല എന്നെഴുതിയ ബോർഡിന്റെ പരിധി കടന്ന് ക്ഷേത്രത്തിൽ പോവുക എന്നതായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ സമരമുറ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട സവർണജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനാണ്. 38ാമത്തെ ചോദ്യമാണ്. 38ാമത്തെ ചോദ്യം, മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ചാന്നാർ ലഹള. മേൽമുണ്ട് സമരവും ചാന്നാർ ലഹളയും ഒന്നാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ചാന്നാർ ലഹള സർക്കാർ അടിച്ചമർത്തിയ വർഷം 1859. ചരിത്രരേഖകളിൽ ശീലവഴക്ക്, നാടൻ ലഹള എന്നീ പേരുകളിൽ പരാമർശിക്കപ്പെടുന്ന സമരമാണ് ഏതാണ്? ചാന്നാർ ലഹള എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കൊച്ചി പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ ചോദ്യത്തിൽ ഇതിന്റെ ഒരു PSC ഒഴിവാക്കിയതായിരുന്നു. ഉത്തരം എസ് നീലകണ്ഠ അയ്യരായിരുന്നു കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറിയാണ് ആര്? VR കൃഷ്ണൻ എഴുത്തച്ഛൻ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിരുന്നു. എന്നാൽ കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് എന്നറിയപ്പെട്ടത് എസ് നീലകണ്ഠ അയ്യരായിരുന്നു. 40ാമത്തെ ചോദ്യം, 1812 ആരംഭിച്ച കുറിച്യർ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു? കുറിച്യർ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. ആരാണ്? രാമനമ്പി. കുറിച്യർ ലഹളയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറിച്യർ ലഹളയുടെ പ്രധാന കാരണങ്ങൾ: നികുതി പണമായി അടയ്ക്കാൻ കുറിച്യരെയും കുറുമ്പരെയും ബ്രിട്ടീഷുകാർ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. അല്ലെ? അപ്പൊ അങ്ങനെ ഉണ്ടായ പ്രശ്നമാണ് ഏത്? കുറിച്യർ കലാപം എന്നറിയപ്പെടുന്നത്. 1812 രാമനമ്പി ആയിരുന്നു പ്രധാനപ്പെട്ട നേതാവ്. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ആ സമയത്ത് 941. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഇടുക്കിയാണ്. അപ്പൊ നമുക്ക് നോക്കാം കേരളത്തിലെ പ്രധാന ജലവൈദ്യുത നിലയങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ജില്ലകളിലൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. പള്ളിവാസൽ ഇടുക്കി ജില്ലയിൽ മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ ഇടുക്കി മുതിരപ്പുഴ. ചെങ്കുളം ഇടുക്കി മുതിരപ്പുഴയിലാണ്. പെരിങ്ങൽകുത്ത് ഏത് ജില്ലയിലാണ്? തൃശ്ശൂരാണ്. പെരിങ്ങൽകുത്ത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പുഴയിലാണ്. നേര്യമംഗലം ജലവൈദ്യുത നിലയം ഇടുക്കി ജില്ലയിലെ പെരിയാറിലാണ്. പന്നിയാർ തന്നെ ഇടുക്കി ജില്ലയിലെ പന്നിയാറിലാണ്. ശബരിഗിരി പത്തനംതിട്ട ജില്ലയിലെ പമ്പ നദിയിലാണ്. ഷോളയാർ പാലക്കാട് ജില്ലയിലെ ചാലക്കുടി പുഴയിലാണ്. കുറ്റിയാടി കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി പുഴയിലാണ്. ഇടുക്കിയാണെങ്കിൽ ഇടുക്കി ജില്ലയിലെ പെരിയാർ നദിയിലാണ്. ഇടമലയാർ ആണെങ്കിലോ ഇടുക്കി ജില്ലയിലെ ഇടമലയാർ നദിയിലാണ്. കല്ലടയാണെങ്കിൽ കൊല്ലം ജില്ല കല്ലടയാറിലാണ്. മണിയാറ് പത്തനംതിട്ട ജില്ലയിലെ പമ്പാ നദിയിലാണ്. കക്കാട് വൈദ്യുത നിലയം ഏതാണ്? പത്തനംതിട്ട ജില്ലയിലെ സീതത്തോടാണ് കക്കാട്. കുത്തുങ്കലാണെങ്കിലോ ഇടുക്കി ജില്ലയിലെ പന്നിയാറാണ്. ഓക്കെ അല്ലെ?
കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയായ കൂത്തുങ്കൽ, കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതിയായ കൂത്തുങ്കൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ പഞ്ചായത്ത്, ജില്ലയും പഞ്ചായത്തും ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഇടുക്കി ജില്ലയിലെ രാജാക്കാട് പഞ്ചായത്തിലാണ് ഏതാണ് കൂത്തുങ്കൽ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏതാണ്? ഇതിൽ തന്നിരിക്കുന്നത് കബനി. കിഴക്കോട്ട് ഒഴുകുന്ന നദി കബനി. കേരളത്തിലൂടെ 57 കിലോമീറ്റർ ഒഴുകുന്ന കബനി നദിയുടെ ആകെ നീളം 240 കിലോമീറ്റർ ആണ്. ഓക്കെ അല്ലേ? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ, പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്, ചൂലന്നൂര് പക്ഷി സങ്കേതമാണ്, മയിൽ സംരക്ഷണ കേന്ദ്രമാണ്, പാലക്കാട് ജില്ലയിലെ മംഗളവനം പക്ഷി സങ്കേതമാണ്, എറണാകുളം ജില്ലയുടെ ശ്വാസകോശം എന്നൊക്കെ അറിയപ്പെടുന്നത് മംഗളവനമാണ്. എന്നാൽ നമുക്കറിയാം ചിന്നാർ എന്ന് പറയുന്നത് ഏതല്ല? പക്ഷി സങ്കേതമല്ല. അപ്പൊ നമ്മുടെ ചോദ്യത്തിൽ ഉത്തരം എന്ന് പറയുന്നത് ഏതാണ്? ചിന്നാറാണ്. ചിന്നാർ ഒരു വന്യജീവി സങ്കേതമാണ്. ചിന്നാർ വന്യജീവി സങ്കേതം രൂപം കൊണ്ട വർഷം 1984 ആണ്. 1984 ചിന്നാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്നത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. പൊന്നാനിയിൽ വെച്ച് ഭാരതപ്പുഴ ആരുമായിട്ട് പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. പൊന്നാനിയിൽ വെച്ച് ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? 46ാമത്തെ ചോദ്യമാണ്, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. പാരീസിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ അഞ്ജു ബോബി ജോർജ് വെങ്കല മെഡൽ നേടി. അത് നേടിയത് 2003 2003 ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലായിരുന്നു അഞ്ജു ബോബി ജോർജ് വെങ്കല മെഡൽ നേടിയത്. 2003 ലോക അത്ലറ്റിക്സിൽ 2021 ലോക അത്ലറ്റിക്സ് 2021 വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യക്കാരിയും ആരാണ്? അഞ്ജു ബോബി ജോർജ്. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, അഞ്ജു ബോബി ജോർജിനെ ഏത് വർഷമാണ് വുമൺ ഓഫ് ദി ഇയർ അവാർഡ് നൽകി ആദരിച്ചത് എന്ന് ചോദിച്ചാൽ 2021 അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? കൊല്ലം ജില്ല. നീണ്ടകര കൊല്ലം ജില്ലയിലാണ്. നീണ്ടകരയിൽ ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് ആരംഭിച്ച വർഷം 1953. നീണ്ടകരയിൽ ഇൻഡോ നോർവീജിയൻ പ്രൊജക്ട് ആരംഭിച്ച വർഷം 1953. അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന അഴിമുഖം ഏതാണ്? നീണ്ടകരയിലാണ്. നീണ്ടകര അഴിമുഖം. കായലും കടലുമായി ചേരുന്നതാണ് അഴിമുഖം എന്നറിയാം. അഷ്ടമുടിക്കായലും അറബിക്കടലുമായിട്ട് ചേരുന്ന അഴിമുഖം എവിടെയാണ്? അത് നീണ്ടകരയിലാണ്. ഓക്കെ അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം എന്ന് പറയുന്നത് ഏതാണ്? ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളമാണ് അല്ലെ? കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഏത് തന്നെയാണ്? ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലാണ്. വിസ്തൃതി 97 ചതുരശ്ര കിലോമീറ്റർ ആണ് അല്ലെ? 49ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായൽ. എഫ് ആകൃതിയിലാണ് കാണപ്പെടുന്നത്. എഫ് ആകൃതിയിലുള്ള തടാകം ഏതാണെന്ന് ചോദിച്ചാൽ ശാസ്താംകോട്ടക്കായലാണ്. എഫ് ആകൃതി ശാസ്താംകോട്ടക്കായൽ. ശാസ്താംകോട്ട തടാകത്തിന്റെ വിസ്തൃതി 3.73 ചതുരശ്ര കിലോമീറ്റർ. 3.73 ചതുരശ്ര കിലോമീറ്റർ. 50ാമത്തെ ചോദ്യം നോക്കാം. കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം 1956 നവംബർ 1. 1956 നവംബറിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ആയിരുന്നു കേരളം. ഒന്നുകൂടെ പറയാം, 1956 നവംബറിൽ ഭാഷാ അടിസ്ഥാനത്തിൽ നിലവിൽ വന്ന 14 സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതായിരുന്നു? കേരളമായിരുന്നു. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് ഓർത്തിരിക്കുക. 51ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകനാണ് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്.
ജന്മശതാബ്ദിയോടനുബന്ധിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കപ്പെട്ട ആദ്യത്തെ സ്വാതന്ത്ര്യ സമര നേതാവാണ് ആര്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ രാജ്യദ്രോഹപരമായ രചനകൾ നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പത്രമുണ്ട്. ആ പത്രത്തിന്റെ പേരാണ് ഏത്? കേസരി. അപ്പൊ കേസരി എന്ന് പറയുന്ന പത്രം ബാലഗംഗാധര തിലകനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918. ജന്മനാടായ ഗുജറാത്തിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരം. ജന്മനാടായ ഗുജറാത്തിൽ ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സമരമാണ് 1918 അഹമ്മദാബാദ് തുണിമില്ല് സമരം 1918. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഉത്തരം? റാഷ് ബിഹാരി ബോസ് ആണ്. ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കപ്പെട്ട വർഷം 1942. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗും ഇന്ത്യൻ നാഷണൽ ആർമിയും സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിൽ ഒന്നിച്ചു പ്രവർത്തിച്ചു തുടങ്ങിയ വർഷം 1943. 1943 ഇവർ രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങിയത്. 54-ാമത്തെ ചോദ്യമാണ്, തെഭാഗ സമരം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം ബംഗാൾ. തെഭാഗ സമരം ബംഗാളിലാണ് നടന്നത്. തെഭാഗ എന്ന വാക്കിന്റെ അർത്ഥം മൂന്ന് ഭാഗം. തെഭാഗ 3 ഭാഗം. 1946-47 കാലഘട്ടത്തിൽ ബംഗാൾ മേഖലയിൽ ഷെയർ ക്രോപ്പർ എന്നറിയപ്പെട്ട കർഷകർ നടത്തിയ പ്രക്ഷോഭമാണ് തെഭാഗ സമരം എന്നറിയപ്പെടുന്നത്. 1946-47 ബംഗാളിലായിരുന്നു തെഭാഗ സമരം നടന്നത്. രാജാറാം മോഹൻ റോയ് 55-ാമത്തെ ചോദ്യമാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ്? സംവാദ് കൗമുദി പുറത്തിറങ്ങിയ വർഷം 1821. സംവാദ് കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആയിരുന്നു. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 56-ാമത്തെ ചോദ്യമാണ്. 56-ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന എവിടെയാണ്, അല്ലെങ്കിൽ സമ്മേളനം നടന്നത് എന്നാണെന്നൊക്കെയാണ് ചോദ്യം. ഉത്തരം നമുക്കറിയാം, 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണ് എന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ച 1929 ലാഹോർ സമ്മേളനത്തിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എല്ലാ ഗ്രാമങ്ങളും എല്ലാ നഗരങ്ങളും ഒറ്റക്കെട്ടായി നടത്തണമെന്ന് നിർദ്ദേശിച്ച വ്യക്തിയാണ് ഗാന്ധിജി. ഗാന്ധിജി. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 57-ാമത്തെ ചോദ്യമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനും ജവഹർലാൽ നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളിയാണ് VP മേനോൻ. ആരാണ്? VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും ചേർന്ന് തയ്യാറാക്കിയ ഒരു കരാറുണ്ട്. ആ കരാറിന് നമ്മൾ പറയുന്ന പേരാണ് ലയന കരാർ എന്ന് പറയുന്നു. ലയന കരാർ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ എന്നറിയപ്പെടുന്ന കരാറ്. ലയന കരാർ മുഖേന ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീരാണ്. ലയന കരാർ മുഖേന ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം കാശ്മീർ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിനായി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ തലവനായിരുന്ന മലയാളിയാണ് VP മേനോൻ. ഏതാണ്? നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് വേണ്ടി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റിന്റെ തലവൻ VP
മേനോൻ. മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കാൻ അദ്ദേഹത്തെ സഹായിച്ച മലയാളിയും ആരാണ്? VP മേനോനാണ്. ലേനക്കരാർ അനുസരിച്ച് നാട്ടുരാജ്യങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറേണ്ടി വന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ പ്രതിരോധവും വാർത്താവിനിമയവും വിദേശകാര്യവും. പ്രതിരോധവും വാർത്താവിനിമയവും വിദേശകാര്യവും ആണ്. അടുത്ത ചോദ്യം 58ാമത്തെ ചോദ്യമാണ്. 58ാമത്തെ ചോദ്യം പറയുന്നത് എന്താ? ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നിയന്ത്രിത വോട്ടിങ്ങിലൂടെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എന്താണ്? പ്രവിശ്യ സമിതികളായിരുന്നു. ഏതാണ്? പ്രവിശ്യ സമിതികൾ. ഓക്കെ അല്ലേ? 59ാമത്തെ ചോദ്യമാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. 1953 ഒക്ടോബർ 1 ഭാഷാ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യത്തെ സംസ്ഥാനം ആന്ധ്രയായിരുന്നു. പിന്നീട് 1956 നവംബർ 1 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം ആന്ധ്ര സംസ്ഥാനത്തെ ആന്ധ്രാപ്രദേശ് എന്നാക്കി പുനഃസംഘടിപ്പിച്ചു. ആന്ധ്ര സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മദ്രാസ് പ്രവിശ്യയെ ഒഴിവാക്കിയും ഹൈദരാബാദിനെ കൂട്ടിച്ചേർത്തുമാണ് പുനഃസംഘടിപ്പിച്ചത് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ. 1956 നവംബർ 1 ആന്ധ്ര സംസ്ഥാനം ആന്ധ്രാപ്രദേശ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ട ജില്ലകളുടെ എണ്ണം 9 ആയിരുന്നു. YS രാജശേഖര റെഡ്ഡിയുടെ പേര് നൽകപ്പെട്ട ആന്ധ്രാപ്രദേശിലെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കടപ്പ ജില്ലയാണ്. ഏതാണ്? കടപ്പ ജില്ല. 60ാമത്തെ ചോദ്യമാണ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം നമുക്കറിയാം. ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം ആദ്യമായി ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ട തീയതി 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രമാണ് ബംഗദർശൻ. ഏതാണ്? ബംഗദർശനാണ്. എന്താണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ആരംഭിച്ച ബംഗാളി പത്രം ബംഗദർശനാണ്. ഏതാണ്? ബംഗദർശനാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 61ാമത്തെ ചോദ്യമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ്. ഏതാണ്? കരളാണ്. മനുഷ്യനിലെ ഏറ്റവും ഭാരമേറിയ ആന്തര അവയവവും ഏത് തന്നെയാണ്? കരളാണ്. കരളിൽ സൂക്ഷിക്കപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഗ്ലൈക്കോജൻ ആണ്. കരളിൽ സൂക്ഷിക്കപ്പെടുന്ന കാർബോഹൈഡ്രേറ്റ് ഗ്ലൈക്കോജൻ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവിന് എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരവേദ? ടെറ്റനി. ഏതാണ്? രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി എന്ന പേരിൽ അറിയപ്പെടുന്നു. അതായത് പാരാതെർമോണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. പാരാതെർമോണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ടെറ്റനി. പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. പാരാതെർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് പാരാതൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഓക്കെ അല്ലേ? 63ാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത് കെ ആണ്. വിറ്റമിൻ കെ ആണ്. ഓക്കെ അല്ലേ? തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റമിൻ കെ ആണ്. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റമിൻ ജീവകം കെ. ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകം സിയുമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 64ാമത്തെ ചോദ്യമാണ്. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗമാണ് ഏതാണ്? എംഫിസിമ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗമാണ് ഏത്? എംഫിസിമ. പുകവലി മൂലം ശ്വാസകോശ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാരകമായ മുഴകൾ അറിയപ്പെടുന്നത് കാർസിനോമകൾ എന്നാണ്. ഏതാണ്? കാർസിനോമകൾ. ശ്വസനികകളിലും ശ്വാസകോശത്തിലും ഉണ്ടാകുന്ന അണുബാധയുടെ ഫലമായി ശ്വാസകോശങ്ങളിൽ ദ്രവം കെട്ടി നിൽക്കുന്ന രോഗമാണ് ന്യൂമോണിയ എന്ന് അറിയപ്പെടുന്നത്. ഏതാണ്? ന്യൂമോണിയ എന്ന് അറിയപ്പെടുന്നത്. 65ാമത്തെ ചോദ്യം നോക്കാം. കേരള സർക്കാരിന്റെ 65ാമത്തെ ചോദ്യം. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേര്. അവയവദാന പദ്ധതിയുടെ പേരെന്താണ്? മൃതസഞ്ജീവനി. ഏതാണ്? മൃതസഞ്ജീവനി. കേരളത്തിൽ മൃതസഞ്ജീവനി പദ്ധതി നിലവിൽ വന്ന വർഷം 2012 ആണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ
ബ്രാൻഡ് അംബാസഡർ ആരാണ്? മോഹൻലാൽ ആണ്. അപ്പം അവയവദാന ദിനം കൂടെ നമുക്ക് നോക്കാം. ദേശീയ അവയവദാന ദിനം എന്നറിയപ്പെടുന്നത് നവംബർ 27 ഏതാണ്? നവംബർ 27 അടുത്ത ചോദ്യം 66ാമത്തെ ചോദ്യമാണ്. തെങ്ങിന്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണെന്നുള്ളതാണ് നമുക്ക് ചോദ്യം. ഉത്തരം നോക്കാം. ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, അക്ഷയ, ചന്ദ്ര ശങ്കര എന്നിവയായിരുന്നു ഓപ്ഷനിൽ തന്നത്. ഉത്തരം ഏതാണ്? അക്ഷയ. ഏതാണ്? അക്ഷയ. അക്ഷയ എന്ന് പറയുന്നത് കശുമാവിന്റെ സങ്കര ഇനമാണ് അക്ഷയ. കശുമാവിന്റെ സങ്കര ഇനമാണ് ഏത്? അക്ഷയ. തെങ്ങിന്റെ മറ്റു സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ആഫ്രിക്കൻ വെസ്റ്റ് കോസ്റ്റ് എന്നറിയപ്പെടുന്നതും കേരശ്രീ എന്നറിയപ്പെടുന്നതും ഗംഗാബോണ്ടം എന്നറിയപ്പെടുന്നതും തെങ്ങാണ്. ഗംഗാബോണ്ടം എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് തെങ്ങിന്റെ സങ്കര ഇനമാണ്. ഓക്കെ അല്ലെ? 67ാമത്തെ ചോദ്യം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. തെങ്ങ്, കവുമുക്, കൊക്കോ എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങളാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ പ്രധാനമായും നടത്തുന്നത്. തെങ്ങ്, കമുക്, കൊക്കോ. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച തെങ്ങ്, കമുക്, കൊക്കോ കർഷകർക്കുള്ള മൊബൈൽ ആപ്ലിക്കേഷന്റെ പേരാണ് ഈ കൽപ്പ. ഏതാണ്? ഈ കൽപ്പ. ഏതാണ്? ഈ കൽപ്പ. 68ാമത്തെ ചോദ്യം. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ആരാണ്? ഉത്തരം സസ്യബുക്ക്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യബുക്ക്. ആരെ ഭക്ഷിക്കുന്നു എന്ന് കാണിക്കുന്ന ജീവികളുടെ പട്ടിക അറിയപ്പെടുന്നതാണ് ഭക്ഷ്യശൃംഖല എന്നറിയപ്പെടുന്നത്. എന്താണ്? ആരെ ഭക്ഷിക്കുന്നു എന്ന് കാണിക്കുന്ന ജീവികളുടെ പട്ടിക അറിയപ്പെടുന്ന പേരാണ് ഭക്ഷ്യശൃംഖല. ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണിയാണ് ആര്? വിഘാടകർ എന്ന് അല്ലെങ്കിൽ ഡീകമ്പോസേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് ഭക്ഷ്യശൃംഖലയിലെ അവസാനത്തെ കണ്ണി എന്ന് അറിയപ്പെടുന്നത്. 69ാമത്തെ ചോദ്യമാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷം വർഷമായിട്ട് ആചരിക്കുന്നത് വൈവിധ്യ വർഷമല്ല, അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായിട്ട് ആചരിക്കുന്ന ഏതാണ്? ഉത്തരം മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷമായിട്ട് ആചരിച്ചത് 2010 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വർഷം 2010. ഐക്യരാഷ്ട്രസഭ ജൈവ വൈവിധ്യ ദശാബ്ദമായി ആചരിച്ചത് 2011 മുതൽ 2020 വരെയായിരുന്നു. ഏതാണ്? ജൈവ വൈവിധ്യ ദശാബ്ദം 2011 മുതൽ 2020 വരെ. ഓക്കെ അല്ലേ? 70ാമത്തെ ചോദ്യമാണ് വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഏത്? അപ്പിക്കോ പ്രസ്ഥാനം. ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. തേക്ക് പ്ലാന്റേഷനു വേണ്ടി പശ്ചിമഘട്ടത്തിലെ സാധാരണ മരങ്ങൾ വെട്ടുന്നതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ആപ്പിക്കോ പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. കന്നഡയിൽ ആപ്പിക്കോ എന്ന പദത്തിന്റെ അർത്ഥം ആലിംഗനം ചെയ്യുക. അപ്പിക്കോ എന്നാൽ ആലിംഗനം ചെയ്യുക. 1983 ആപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാണ് പാണ്ഡുരംഗ് ഹെഗ്ഡെയാണ് ആപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എന്നാണ് 1983 എവിടെയാണ്? കർണാടകത്തിൽ. ഓക്കെ അല്ലേ? വനങ്ങളുടെ സംരക്ഷണം ആപ്പിക്കോ പ്രസ്ഥാനം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമികം? ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? ഉത്തരം ഹീലിയമാണ് ഏക ആറ്റോമികം. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജനും രണ്ടാമത്തെ ഭാരം കുറഞ്ഞ വാതകവുമാണ് ഏത്? ഹീലിയവും. ഏറ്റവും ഭാരം കുറഞ്ഞത് ഹൈഡ്രജനും രണ്ടാമത്തെ ഭാരം കുറഞ്ഞ വാതകം ആണ് ഏത്? ഹീലിയവും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 72ാമത്തെ ചോദ്യമാണ്. ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് ആണ് ആരുടെ അയിര്? ഇരുമ്പിന്റെ അയിരുകൾ ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് പച്ചിരുമ്പ് എന്നറിയപ്പെടുന്നത്. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് പച്ചിരുമ്പ്. ഇരുമ്പ് തുരുമ്പിക്കുമ്പോൾ ഭാരം വർദ്ധിക്കുന്നു. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 73ാമത്തെ ചോദ്യമാണ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം നൈട്രജൻ.
മണ്ണിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന നൈട്രജൻ സ്ഥിരീകരണ ബാക്ടീരിയയാണ് ഏത്? അസറ്റോ ബാക്ടർ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം 74ാമത്തെ ചോദ്യമാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഹൈഡ്രജൻ. ഏതാണ്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. ഓക്കെ അല്ലേ? ഹൈഡ്രോക്ലോറിക് ആസിഡും സിങ്കും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും ആണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേര് ഏതാണ്? നമുക്കറിയാം, അതിന് ഉത്തരം ഏതാ? പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ. പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് ഏത്? പാസ്ചറൈസേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം 76ാമത്തെ ചോദ്യമാണ്. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ് എത്രയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? 30 ഡിഗ്രി തന്നെയാണ്. ഏതാണ്? കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവെന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. മിനുസമുള്ള ഒരു പ്രതലത്തിൽ തട്ടി പ്രകാശം പതിക്കുമ്പോഴാണ് പതനകോണും ഏതും ഉണ്ടാകുന്നത്? പ്രതിപതന കോണും ഉണ്ടാകുന്നത്. മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? മിനുസമുള്ള ഒരു സ്ഥലത്ത് പ്രകാശം വന്ന് പതിക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്? പതനരശ്മിയും പ്രതിഫലന രശ്മിയും ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 77ാമത്തെ ചോദ്യമാണ്. നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? ഉത്തരം യുറാനസ് ആണ്. ഏതാണ്? യുറാനസ്. ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹമാണ് യുറാനസ്. ടെലസ്കോപ്പിന്റെ സഹായത്തോടെ കണ്ടെത്തിയ ആദ്യത്തെ ഗ്രഹം യുറാനസ്. യുറാനസിന്റെ വലയങ്ങൾ കണ്ടെത്തപ്പെട്ട വർഷം 1977. യുറാനസിന്റെ വലയങ്ങൾ കണ്ടെത്തപ്പെട്ട വർഷം 1977 ആണ്. 78ാമത്തെ ചോദ്യം നോക്കാം. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? പാരമ്പര്യ ഊർജ സ്രോതസ് ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ഉത്തരം ഏതാണ്? LPG. ഖനിജ ഇന്ധനങ്ങൾ ഉൾപ്പെടുന്ന ഊർജ സ്രോതസ്സാണ് പാരമ്പര്യ ഊർജ സ്രോതസ് എന്നറിയപ്പെടുന്നത്. ഖനിജ ഇന്ധനങ്ങൾ ഉൾപ്പെടുന്ന ഊർജ സ്രോതസ്സാണ് ഏത്? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്ന് അറിയപ്പെടുന്നത്. 79ാമത്തെ ചോദ്യമാണ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാ? ഊഷ്മാവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് ഊഷ്മാവ്. ഉയർന്ന ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. ഉയർന്ന ഊഷ്മാവ്, വളരെ കൂടിയ ഊഷ്മാവ് അളക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ എന്ന് അറിയപ്പെടുന്നത്. 80ാമത്തെ ചോദ്യമാണ്. ദോലനത്തിന് ഉദാഹരണം ഏത്? ദോലനത്തിന് ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഊഞ്ഞാലിന്റെ ചലനമാണ് ഏത്? ദോലനത്തിന് ഉദാഹരണം അല്ലെ? പരിക്രമണമോ ഭ്രമണമോ ഒന്നും അല്ല. നമുക്ക് നോക്കാം. ചലനപാതയിലുള്ള ഒരു ബിന്ദുവിലേക്ക് ത്വരണമുണ്ടാക്കാത്ത വിധം ഇരുവശങ്ങളിലുമുള്ള വസ്തുവിന്റെ ചലനത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ദോലനം എന്ന് പറയുന്നു. സൂര്യനെ ചുറ്റുന്ന ഭൂമിയുടെ ചലനം എന്താണ്? അത് ദോലനമല്ല, അത് പരിക്രമണമാണ്. അതെന്താണ്? അത് പരിക്രമണമാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അപ്പം 2022 10th പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മുടെ GK അല്ലെങ്കിൽ ചോദ്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. 80 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ 80 ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.